പുസ്തകം 25 പഠിക്കുമ്പോൾ അവരുടെ ആരാധനയ്ക്ക് ഇവരെ ക്ഷണിച്ചെന്ന വായിച്ചേ. 25-ാം അധ്യായത്തിന്റെ 1 മുതൽ, സംഖ്യാപുസ്തകം 25-ന്റെ 1 മുതൽ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അടുത്തത് ഇവരെ വിളിച്ചു അങ്ങോട്ട് വരണം, ഉത്സവം ഉണ്ട് വരണം കേട്ടോ, പെരുന്നാളുണ്ട് വരണം കേട്ടോ, ഒരു ഫംഗ്ഷൻ ഉണ്ട് വരണം കേട്ടോ, പിള്ളേരുടെ കലോത്സവം നടക്കുക വരണേ, മോടെ അരങ്ങേറ്റവാ വരണേ. എന്തോ അരങ്ങേറ്റവാ മോള്, ഇപ്രാവശ്യം മോളാ ഉണ്ണിയാർച്ചയായിട്ട് അവള് ചുരുക്കിയൊക്കെ എവിടാണെന്ന് എന്നോട് ചോദിക്കുക. അങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങളുണ്ട്. പെന്തിക്കോസുകാരുടെ പിള്ളേരെ ചുരുക്കി എടുത്ത് മുടിയെല്ലാം ഇവിടെ കെട്ടി ഉണ്ണിയാർച്ച. നിങ്ങൾക്കിപ്പോൾ സംശയം അങ്ങനെയൊക്കെ ഉണ്ടോ? എത്ര എണ്ണം? ഇവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. അന്നേരം പറയണം, പിണങ്ങരുത്, അയ്യോ ഞങ്ങൾ ദൈവമക്കളാ, ഇങ്ങനെയുള്ള ചടങ്ങും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങൾക്ക് പാടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പിണങ്ങരുത്, സ്നേഹത്തിൻ്റെ ആത്മാവിൽ സൗമ്യതയോടെ അത് പറയണം. അല്ലാതെ അവർ വിളിച്ചാൽ ഉടനെ ഡ്രസ്സ് മാറി പോവുമല്ല. അപ്പുറത്തുകാർ വിളിച്ചിട്ട് പൈസയും കടം മേടിച്ചു. അവർ ഇവിടെ വന്ന് വിളിച്ചതാണ്, നമ്മൾ പോയില്ലെങ്കിൽ ദേവന്മാരുടെ ബലികൾക്ക് അവരെ ക്ഷണിച്ചു. അടുത്ത വാക്യം, ഇവരവിടെ ചെന്ന് നല്ല പെരുക്കി ഭക്ഷിച്ചു, വണങ്ങുകയും കൂടെ ചെയ്തു. എങ്ങനുണ്ട്? ആവശ്യമില്ലാത്ത ചടങ്ങിന് പോകരുത്, ഭക്ഷിക്കരുത്, ദൈവമല്ലാത്തതിനെ വണങ്ങുകയും ചെയ്യരുത്. ഇതെല്ലാം ഇവർ ചെയ്തു. അടുത്ത വാക്യം, ഈ വിഷയമാണ് 106-ാം സങ്കീർത്തനം 28 പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ ബാൽ പെയോറിനോട് അപ്പൊ ശ്രദ്ധിക്കുക, ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത ചടങ്ങുകൾക്കും ആവശ്യമില്ലാത്ത യാതൊരു പ്രോഗ്രാമിനും പോകരുത്. ബാൽപയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ ഇവർ തിന്നരുത്. ഞാൻ ആ ഭാഗം ഇപ്പം ലൈവൊക്കെ ഉള്ളത് കൊണ്ടെല്ലാം പറയാൻ ഒക്കത്തില്ല. എല്ലാത്തിനൊന്നും പോയി കൂടുകയും തിന്നുകയും ചെയ്യരുത് ദൈവമക്കള്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഇനി 34-ാം വാക്യം വായിച്ചേ, 106-ാം സങ്കീർത്തനത്തിന്റെ 34. യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ ഇവർ നശിപ്പിച്ചില്ല. 7 കൂട്ടം ജാതികൾ കനാനിൽ കുടിയിരിപ്പുണ്ട്. പ്രബല ജാതി, ഹൊർവ്യരും അർഗ്യരും പെരിസ്യരും യബൂസ്യരും ഹമോര്യരും അമോര്യരും ഹിത്യര്, 7 കൂട്ടം ജാതി നശിപ്പിച്ചില്ല. യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ നശിപ്പിച്ചില്ല. അടുത്തത്, ജാതികളോട് ഇടകലർന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം പെന്തിക്കോസുകാരെയും സമുദായക്കാരെയും കണ്ടാൽ തിരിച്ചറിയാൻ മേല. അങ്ങനത്തെ ഒരു കാലമായി. ഇടകലർന്നിരിക്കുക. ശരിയായിട്ടുള്ള പെന്തിക്കോസ് ഏതാ, സമുദായം ഏതാന്ന് ഒന്നും പിടികിട്ട, എല്ലാം ഒരുപോലെ ഇരിക്കുക. പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാട് പാലിച്ച് ജീവിക്കുന്ന ചില ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവർ ജാതികളുമായിട്ട് ഇടകലർന്നു. അടുത്ത പദം, അവരുടെ പ്രവൃത്തികളെയും പഠിച്ചു. ഇപ്പൊ അങ്ങനെ അതാണല്ലോ സഭയ്ക്കകത്ത്. അവിടെയുള്ളതെല്ലാം ഇപ്പൊ സഭയിലും കൊണ്ടുവരിക. അവരും തോരണം തൂക്കുന്നു, നമ്മളും തോരണം തൂക്കുന്നു, അവരും നക്ഷത്രം ഇടുന്നു, നമ്മളും നക്ഷത്രം ഇടുന്നു. അവിടെയും വെടിക്കെട്ടുണ്ട്, ഇവിടെയും വെടിക്കെട്ട്, അവിടെയും എല്ലാം ഉള്ളതല്ല, എല്ലാം ഞാൻ പറയുന്നില്ല, എല്ലാം ഇവിടെ. നമ്മൾ ഈ പെന്തിക്കോസ് വന്നെങ്കിലും എല്ലാം ഒന്നും വിട്ടിട്ടുണ്ടോ? എല്ലാം വിട്ടിട്ടില്ലെന്ന് ഒത്തിരി തെളിവുകളുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കി. ഇപ്പം തന്നെ പലരും പ്രയാസപ്പെട്ടായിരിക്കുന്ന ഞാൻ കാണുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇമ്മ എഴുന്നേറ്റ് പോകാനും ഒക്കത്തില്ല, പോയ അയാൾ ബോധവും വിവരം ഉള്ളവനല്ല, വല്ലതും വിളിച്ച് പറഞ്ഞെങ്കിൽ നാണക്കേട വന്ന് പെടുകയും ചെയ്ത് എന്നോ ചെയ്യാൻ. ഞാൻ പറഞ്ഞതാ ഞാനിന്ന് വരുന്നില്ലെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു, വാ നല്ല യോഗമാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാ. ഇപ്പം തൻ്റെ അന്തരീക്ഷവും ഇല്ല, ആകെ ബുദ്ധിമുട്ടുക. ഇപ്പം ചെല്ലാം അങ്ങനെ ഞരകുന്ന ഞാൻ കാണുന്നുണ്ട്. പിന്നെ വെളിയിലും പുറകിലിരുന്നവർ രക്ഷപ്പെട്ടു. കാരണം പോയാലും കണ്ടാലും അറിയത്തുമില്ല. അവർ പിന്നെ സമാധാനം അവിടെ ഇരുന്നത്. ഇപ്പം അവർ ചിന്തിക്കുകയായിരുന്നു നമ്മളിവിടെ ഇരുന്ന ഗുണമായി കേട്ടോ. അകത്ത് കയറിയവരെല്ലാം വെട്ടിനകത്ത് വീണ്. പോകേണ്ടവർക്ക് പോകാൻ കർത്താവ് അങ്ങനല്ലേ പറഞ്ഞു, നിങ്ങൾക്കും പോയിക്കൂടെ? മനസ്സില്ലയോ? പക്ഷെ ഉപദേശം ഇതാ.
അവിടെയുള്ളതെല്ലാം ഇപ്പൊ ഇവിടെയുണ്ട്. എന്തുവാ ഇല്ലാത്ത? ജാതീയ ആചാരങ്ങളും ജാതീയ മര്യാദകളൊക്കെ സഭയ്ക്കകത്തും ഉണ്ട് ഇപ്പോഴും. ഇവിടെയും ഈ പുതിയ വീട് പണിയുമ്പോൾ പാല് കാച്ചിക്കുന്ന സമ്പ്രദായമുണ്ട്. പെന്തിക്കോസുകാരും ഉണ്ട് ചിലർ. ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പാല് കാച്ചുകാന്നാ പറയുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാ പറയുന്നത്. ഇവിടെ എന്തുവാണോ പറയുന്നത്? ഇവിടെ അങ്ങനെ തന്നെയാണോ? കാച്ചിയാച്ചായിരിക്കും ഇരിക്കുന്നത്. പാല് കാച്ചി എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കൊണ്ട് ഇതെല്ലാം ശാശ ആണെന്നു. അതിൻ്റെ ആചാരം അനുഷ്ഠാനമൊക്കെ ജാതീയമാണ്. ദൈവമക്കൾക്കത് പാടില്ല. വലത്തുകാല് വെച്ച് കയറുക, ഇന്ന ദിവസം കല്യാണം നടത്തത്തില്ല, ഇന്ന ദിവസമേ ഞങ്ങൾ നടത്തൂ. ഒത്തിരി ഉണ്ട്. വർത്താനം പറയുമ്പോഴത്തേ കണ്ടോ ഞാൻ പറഞ്ഞ സത്യമാണ് എന്നതാ. എല്ലാം പെന്തിക്കോസുകാരെ അനുഷ്ഠിക്കുന്നവരുണ്ട്. സന്ധ്യ ആയാൽ ഇതിലെ വെള്ളവും കോരിക്കൊണ്ട് തുണി കല്ലേ തല്ലി പെന്തിക്കോസുകാർ തന്നെ ഇത് പറയുന്നവരുണ്ട്. അമ്മായിമ്മ മരുമകളോട് പറയാ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കടുക് നിലത്ത് എന്ന് പറഞ്ഞ എന്നാ വഴക്കുണ്ടാക്കുമെന്ന്. സഭയിലെല്ലാം കടുക് വീണിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. എത്രയോ സഭയിൽ കിടന്ന അടിയും ബഹളവും കടുക് വീണിട്ടാ. ആവശ്യമില്ലാത്ത പാരമ്പര്യങ്ങളും മാമൂലുകളും ആചാരങ്ങളും പ്രസവത്തിന് വിടാൻ പോവുക, പ്രസവത്തിൽ നിന്ന് കൊണ്ടുവരാൻ പോവുക, അടുക്കള കാണാൻ പോവുക, ഉള്ള പാത്രവും അലമാരും അണ്ടാവും ഉരുളി എല്ലാം ചുമ്മിക്കെട്ടി നാണക്കേടുമൊക്കെയാണെന്നറിയാം. പെന്തിക്കോസുകാരും എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ചെയ്താച്ചൊക്കെ ആയിരിക്കുന്നത്. അതാ പമ്മിയിരിക്കുന്ന ഒരെണ്ണം ഇരിപ്പ് കാണുമ്പോൾ അറിയാം എല്ലാം ഇതൊക്കെ തന്നെ എല്ലാം പരുവക്കേടാണ്. ഇതെല്ലാം ചെയ്ത് വെച്ചിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, ഉപവസിക്കാൻ കിടന്ന് അലറുകയൊക്കെ ചെയ്യുക. എന്തുവാന്നോ എനിക്ക് വിട്ടു കിട്ടുന്നില്ല. വേർപാട് പാലിക്കണം. സ്തോത്രം. പൂച്ചയാടിയ ഉടനെ യാത്ര മുടക്കുക. ഈ നശിച്ച പൂച്ച എന്നും ഇതാ. ഞാനൊരു നല്ല കാര്യത്തിന് രാവിലെ ഇറങ്ങാൻ പിന്നെ അമ്മാമ്മ ഇന്ന് ആരുണ്ട്, വിരുന്നുകാരുണ്ട്, കാക്ക. ഇതൊക്കെ ഇപ്പോഴും ആചരിക്കുന്നവരുണ്ടെന്ന്. ഇതൊക്കെ നാളെ നോക്കുന്നവരുണ്ട്. നാളെ ഉണ്ട്. ദൈവമക്കൾക്ക് ഇതൊന്നും പാടില്ല. വേർപാട് പാടില്ല. അതാ ഇവിടെ വായിക്കുന്നത്. അവർ യഹോവ തങ്ങളോട് നശിപ്പിക്കുവാൻ കൽപ്പിച്ചതുപോലെ ജാതികളെ നശിപ്പിച്ചില്ല. പിന്നെ ജാതികളോട് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. ദൈവമക്കൾ ജാതികളുടെ ഒരു പ്രവൃത്തിയും പഠിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ഒരു വാക്യമുണ്ട്, 106 സങ്കീർത്തനം തന്നെ, അതിൻ്റെ 24 വാക്യം വായിച്ചേ. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. എങ്ങനുണ്ട്? ഇവര് പട്ടുപോകാൻ, വീണു പോകാൻ, മരുഭൂമിയിൽ തെള്ളിയിടാൻ, നശിച്ചു പോകാൻ കാര്യം ഇവര് മനോഹര ദേശത്തെ നിരസിച്ചു. അത് പാടില്ല. നല്ലൊരു ദേശത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. പാലും തേനും ഒഴുകുന്ന നല്ല ദേശം. പക്ഷേ യോർദാന്റെ തീരത്ത് വന്നപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. 2.5 ഗോത്രക്കാര്, രൂബേന്യനും ഗാദ്യനും മനശ്ശയുടെ പാതി ഗോത്രക്കാര്, 2.5 ഗോത്രക്കാര് പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. അതന്നെ, ഇവിടെ ഇഷ്ടം പോലെ പോച്ചയുണ്ട്, ഞങ്ങൾ കാടുകൊണ്ട്, നല്ല അന്തരീക്ഷം, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. മോശ പറഞ്ഞ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതൊക്കെ അങ്ങനെ. പക്ഷേ ഇപ്പം സാഹചര്യം അനുവദിക്കുന്നില്ല. ഇഷ്ടം പോലെ ആടുമാടുകളും കന്നുകാലിയും വേറും പറമ്പുമായി ഇവിടെ അന്നേ പോച്ചയും നല്ല മേച്ചിലും ഒക്കെ ഉണ്ട്, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന് മനോഹര ദേശത്തെ നിരസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടുത്തെ എന്തെങ്കിലും കണ്ട് നീ ഒതുങ്ങരുത്. ഇവിടുത്തെ എന്തെങ്കിലും കണ്ട് ആമൻ സ്വോത്രം നീ പട്ടു പോകരുത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ അക്കരദേശമാണ്. അപ്പൊ ഇവര് മനോഹര ദേശത്തെ നിരസിച്ചു. അത് പാടില്ല. മനോഹര ദേശത്തെ നിരസിക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ നല്ല ദേശത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവന് പട്ടുപോകാനുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വിവരിക്കുന്നില്ല, വേഗത്തിൽ അങ്ങ് നിർത്തുക. അപ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 10:13 പറയുക, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയില്ല. നിന്നെ കൊണ്ട് ആമൻ വഹിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം നമുക്ക് ചെയ്യത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് പരീക്ഷയോടുകൂടെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് ആമൻ നിങ്ങൾക്ക് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. 2-3 കാര്യമാണ്. ഒന്ന്,
നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ദൈവം തരത്തില്ല. ചില സഹോദരിമാർ പറയും, എൻ്റെ അമ്മാമ്മേ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ. പിന്നെ അല്പം കൂടെ സാമർത്ഥ്യമുള്ള സഹോദരിമാർ പറയുന്നത് ഇങ്ങനെ, എൻ്റെ അമ്മാമ്മയെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ. എന്നാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ ചള്ളം പള്ളും എല്ലാം കേട്ടാലും. ഞാനൊരു കാര്യം മാന്യ സഹോദരിമാരുടെ പറയാ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. ഇതിനെ നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഇതിനെ നിൻ്റെ തന്നെ തന്നത്. ആ പുള്ളിക്കാരുടെ കൊടുത്തിരുന്നെങ്കിൽ അല്ല, അവള് ചെയ്ത പോലെ ചെയ്താനും അതിനകത്ത് കലക്കി. ഇതുവരെ ബേബി നിനക്ക് കാശായൊന്നും തന്നില്ലല്ലോ. അപ്പം ഇവനെ കൊണ്ട് കിടക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി അറിയാം. അവൾക്ക് ഒക്കാത്തതുകൊണ്ടാവള അതെല്ലാം കൂടെ. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. നിങ്ങളോടും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇതിനെ വായിക്കാമെന്നറിയാവുന്നതുകൊണ്ടാണ് ഇതിനെ നിൻ്റെ തന്നെ. പിന്നെ ഇതൊക്കെ വെള്ളിയാഴ്ച അച്ഛൻ പറഞ്ഞ എല്ലാവരും ഓരോ തടിക്കഷ്ണം കുരിശുമായിട്ട് വരാം. എല്ലാവരും വന്ന് മത്തായി മാത്രം കൊണ്ടതില്ല. എന്ത് ചേട്ടാ മത്തായി കുരിശ് പെമ്പടെ പൊക്കിച്ച് പറഞ്ഞു ഇതാന്ന് പറഞ്ഞു. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് എൻ്റെ കുരിശ് ഇതാന്ന് പറഞ്ഞു. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ലഭിച്ചതിനെല്ലാം സ്തോത്രം പറയണം. ഞാനെപ്പോഴും സഭയിൽ എന്തെങ്കിലും ഒക്കെ പറയും, ഈ കിട്ടാത്തതിനിരുന്ന് പിറുപിറുക്കരുത്, കിട്ടിയതിനെല്ലാം നന്ദി പറയണം. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാരുടെയും നമ്മുടെ പല ആൾക്കാരുടെയും കുഴപ്പടി എന്നാണെന്നറിയോ, കിട്ടാത്തതിന് വേണ്ടി ഇരുന്ന് അങ്ങ് ഞരങ്ങുകയും പിറുപിറുക്കുകയാണ്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചേ, പിറുപിറുപ്പ് എന്നുള്ളത് തന്നെ വലിയ മഹാപാപമാണ്. ഇസ്രായേൽ മക്കൾ എത്ര സ്ഥലത്ത് വെച്ച് പിറുപിറുത്തു? എത്ര സ്ഥലത്ത് വെച്ചു? ഞാൻ വാക്യങ്ങൾ പറയാം, നിങ്ങൾ അങ്ങ് വായിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. വേറെ പുസ്തകം പഠിച്ചാൽ ഇവര് ഏതാണ്ട് ഒരു 12 സ്ഥലത്ത് വെച്ച് പിറുപിറുത്തു. അത് വലിയ മഹാപാപമാണ്. ആ 25-ാം വാക്യം വായിച്ചേ, 106-25. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് ഈ പിറുപിറുപ്പ് എന്ന് പറയുന്നത് വലിയ മഹാപാപമാണ്. വിശേഷിച്ച് ദൈവമക്കൾ പിറുപിറുക്കരുത്. ഇവര് 12 ഇടങ്ങളിൽ വെച്ചാ പിറുപിറുത്തത്. ഞാൻ ഓടിച്ചൊന്ന് പറയാം, നിങ്ങൾ പെട്ടെന്ന് വായിക്കാമെങ്കിൽ പുറപ്പാട് പുസ്തകം 14-10 വായിച്ചേ പെട്ടെന്ന്. പുറപ്പാട് 14-10. ആ ആ ആ ആ. ഇത് പിറുപിറുപ്പാ. ഒന്നാമത്തെ പിറുപിറുപ്പ്. ആമൻ. ഫറവോന്റെ സൈന്യം വരുന്ന കണ്ടുകൊണ്ട് ഇവര് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയാ, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നെന്ന്. എന്തുവാ? പുറകിൽ മിസ്രയീം സൈന്യം വരുന്നത് കണ്ട് പിറുപിറുത്തു. ഇനി 2:15-22 മുതൽ വായിച്ചേ, അവിടെ പിറുപിറുത്തത്. ആ ആ. അവർ ഷൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അടുത്തത് ആ ആ. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പിറുപിറുത്തതായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ പിറുപിറുപ്പ് മാറായിലെ കയ്പ് വെള്ളത്തിങ്കൽ ഇവര് പിറുപിറുത്തു. ഇനി മൂന്നാമത്തെ പിറുപിറുപ്പ് 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. ആ ആ. ഇത് ആഹാരത്തെ ചൊല്ലി പിറുപിറുത്തു. മൂന്നാമത്തത്. ഇനി 4-ാമത്തെ പിറുപിറുപ്പ് ആ 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ പഠിക്കണം. സമയമില്ലാത്തത് കൊണ്ട് വായിപ്പിക്കുന്നില്ല. അത് വെള്ളമില്ലാഞ്ഞതിന് ഇവര് പിറുപിറുത്തു. ഇനി സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ പഠിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പിറുപിറുക്കുക. സംഖ്യാപുസ്തകം 11-ന്റെ 1 മുതൽ 3 വരെ പെട്ടെന്ന്. ഒരു കാര്യവുമില്ലാതെ ചുമ്മാ പിറുപിറുക്കുക. ചിലക്കൊരു കാരണവും വേണ്ട, ചുമ്മാ ഇരുന്ന് പിറുപിറുക്കുക. ഇനി 6-ാമത്തെ പിറുപിറുപ്പ് സംഖ്യാപുസ്തകം 11-ന്റെ 4 മുതൽ 35 വരെ വായിക്കണം. ഇറച്ചിയില്ലെന്നും പറഞ്ഞ് പിറുപിറുത്തു.
ഇനി ഏഴാമത്തെ പെറുപെറുപ്പ് സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 1 മുതൽ 37 വരെ പഠിക്കുമ്പോൾ ദേശം ഒറ്റുനോക്കിയവരുടെ ദുർവർത്തമാന നിമിത്തം ഇവരെ പെറുപെറുത്തു. ഇനി എട്ടാമത്തെ പെറുപെറുപ്പ് സംഖ്യാപുസ്തകം 12 1 മുതൽ 16 വരെ പഠിക്കുമ്പോൾ മിരിയാം പെറുപെറുത്തു. നാത്തൂൻ പോര് എല്ലാം വിശദീകരിക്കേണ്ടതാ, അതിന് മുതിരുന്നില്ല. നാത്തൂൻ പോര് നിമിത്തം മിരിയാം പെറുപെറുത്തു. ഇനി 9ാമത്തെ പെറുപെറുപ്പ് സംഖ്യാപുസ്തകം 16 1 മുതൽ 35 വരെ പഠിക്കുമ്പോൾ ദാഥാനും അബീരാമും പേലത്തിന്റെ മക്കളും എല്ലാം കൂടെ ചേർന്ന് ശുശ്രൂഷയ്ക്കെതിരെയുള്ള പെറുപെറുപ്പ്. ഇനി 10ാമത്തെ പെറുപെറുപ്പ് സംഖ്യാപുസ്തകം 16 41 മുതൽ 51 വരെ പഠിക്കുമ്പോൾ നേതൃത്വത്തിനെതിരായ പെറുപെറുപ്പ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. 11ാമത്തെ പെറുപെറുപ്പ് സംഖ്യാപുസ്തകം 20 അധ്യായത്തിന്റെ 2 മുതൽ 13 കാദേശിൽ വന്നപ്പോൾ വെള്ളമില്ലെന്നും പറഞ്ഞ് ഇവര് പെറുപെറുത്തു. 12ാമത്തെ പെറുപെറുപ്പ് 21 4 മുതൽ 20 വരെ പഠിക്കുമ്പോൾ യാത്ര നിമിത്തം വഴി നിമിത്തം ഇവര് പെറുപെറുത്തു. അങ്ങനെ 12 സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ മക്കൾ പെറുപെറുത്തു. പെറുപെറുപ്പ് എന്നുള്ളത് മഹാപാപമാണ്. ദൈവമക്കൾ പെറുപെറുക്കരുത്. ദൈവം നടത്തിയ വിധമോർത്ത് പെറുപെറുക്കരുത്. കിട്ടാത്തതിനെ ചൊല്ലി പെറുപെറുക്കരുത്. കിട്ടിയതിനെല്ലാം നന്ദി പറയണം. ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും നന്ദി പറയണം. നമ്മളെക്കാൾ മിടുക്കന്മാർ, സേട്ടന്മാർ, ഉന്നതന്മാർ മൺമറഞ്ഞപ്പോൾ ഇന്ന് രാത്രിയിലും ആയുസോടെ ഇരിക്കാൻ ദൈവം ചെയ്ത കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറ. ഞാന് അഹങ്കാരം കൊണ്ടൊന്നും പറയല്ല, പിണങ്ങരുത്. ഞാൻ കഴിവിൻ്റെ പരമാവധി പെറുപെറുക്കാറില്ല. എനിക്ക് അങ്ങനെയുള്ള ചിന്താഭാരമൊന്നുമില്ല. ഞാൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടും. ദൈവമേ, അനേകരെ കണ്ണ് കാണാൻ പാടില്ലാതിരിക്കുമ്പോൾ എനിക്ക് ദൈവം കണ്ണിന് കാഴ്ച തന്നില്ലേ? ദൈവത്തിൻ്റെ കരുണയല്ലേ? നന്ദി. അനേകർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരിക്കുമ്പോൾ എത്രയോ പേര് മെഡിക്കൽ കോളേജിലൊക്കെ ദൈവമേ അത്യാസന്ന നിലയിൽ അനങ്ങനാവതില്ലാതെ കിടക്കാൻ, നമുക്ക് എഴുന്നേക്കാനും നടക്കാനും ദൈവം കരുണ ചെയ്തല്ലേ? ദൈവത്തിന് നന്ദി പറ. അനേകര് മൂക്കിക്കൂടെ ട്യൂബ് ഇട്ടാ ലിക്വിഡായിട്ട് കഴിക്കുന്നേ. നമുക്ക് മുന്നിൽ വെക്കുന്ന ആഹാരം വാരി കഴിക്കാൻ ദൈവം കൃപ തരുന്നില്ലേ? ദൈവത്തിന് നന്ദി പറ. ചുമ്മാ ആവശ്യമില്ലാത്ത ഇരുന്ന് പെറുപെറുക്കുകയും മഴക്കൊണ്ടാക്കുകയും അലോഗ്യം ഉണ്ടാക്കുകയും ചുമ്മാ കിടന്ന് പള്ളു പറയുകയോ ഇതിനൊക്കെ ഇനി എന്നാ നല്ല ബുദ്ധി ഉണ്ടാകുന്നേ? അല്ല, നമുക്ക് തന്ന വസ്ത്രം സ്വന്തം കൈകൊണ്ട് അത് ഉടുക്കാനും ഇടാനും ബട്ടൺസ് ഇടാനും ഒക്കെ ഇടയാകുന്നില്ല. വലിയ ഭാഗ്യമാണ്. ചിലർ പരസഹായമില്ലാതെ വസ്ത്രം ധരിക്കാൻ ഒക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഷർട്ട് നമുക്ക് തന്നെ ഇടാനും സാരി നിങ്ങൾക്ക് തന്നെ ഞൊറിഞ്ഞു കൊടുക്കാനും വസ്ത്രമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ധരിക്കാൻ ദൈവം കൃപ ചെയ്യുന്നില്ലേ? അതൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയില്ലേ നടന്ന് ആണെങ്കിലും ഇവിടെ വരാനും ആരാധിക്കാനും ഒക്കെ ദൈവം ഇടവരുത്തുന്നില്ലേ? ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം. ഞാൻ സഹോദരിമാരോടൊക്കെ പറയാം, അനേകര് ഭക്ഷണം ഉണ്ടാക്കാൻ നിർവാഹമില്ല. പക്ഷെ നിങ്ങളുടെ അടുക്കളയിലെ ടിന്നിനകത്തെല്ലാം സാധനങ്ങൾ ഇരിക്കുക. ദൈവത്തിന് നന്ദി പറയണം. രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് ഇതെല്ലാം ഉണ്ടാക്കാനും എടുക്കാൻ, അല്ലാതെ അവിടെ കിടന്ന് പിരാകുകയും അലയ്ക്കുകയും ടിന്നെടുത്ത് എറിയുകയും താവിയെടുത്ത് പാതകത്തിനിട്ട് അടിക്കുകയും കാപ്പി ഉണ്ടാക്കുന്നതിനെ പിടിച്ച് അടിക്കുകയും നീ ഇരിക്കുന്ന വീട് മുടിഞ്ഞു പോകുന്നതല്ലാതെ രക്ഷപ്പെടുകയില്ല. രാവിലെ സഹോദരിമാരോട് പറയാം, അടുക്കളയിലോട്ട് കയറുമ്പോൾ ദൈവമേ ഈ അടുക്കളയിൽ ഇത്രയും പാത്രമൊക്കെ ദൈവം തന്നല്ലോ. നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചാൽ നല്ല പാത്രം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ കൊച്ചുനാളിലെങ്ങാനും മിക്സി കണ്ടിട്ടുണ്ടോ? അമ്മ പറയാമേ? ഇല്ല. ഇപ്പം കല്ലേ വെച്ച് പോലും വരെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടൊരു ഞെക്ക ഇല്ലേ? ദൈവത്തിന് നന്ദി പറ. എന്ത് വേണം? തുണി കഴുകി തല്ലി ഊപ്പാട് വന്നത്. ഇപ്പം തുണിയെല്ലാം മെഷീനോട്ട് വെച്ച് ഞെക്കി വെച്ച് നോക്കിയിരിക്കുക. അതവിടെ കിടന്ന് അത് തന്നെ കിടന്ന് അല്ലേ? ഇതൊക്കെ ദൈവം ചെയ്ത നന്മയല്ലേ? അതൊക്കെ പണ്ടൊക്കെ ഊതി കത്തിക്കണം, ഇപ്പം വെടിവെക്കുമ്പോഴേ കത്തുക. അതൊക്കെ ദൈവം ചെയ്ത. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞതല്ല. അപ്പം ഇതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം. ഞാൻ നല്ല മനസ്സോടാണ് പറയുന്നത് കേട്ടോ. ഞാൻ കഴിവിൻ്റെ പരമാവധി പെറുപെറുക്കാറില്ല. കിട്ടാത്തതിന് ഒരു ഭാരവും ഇല്ല. നല്ല മനസ്സോടാ പറയുന്നത്. ഇത്രയും കിട്ടിയല്ലോ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ അധികമായി സ്തുതിക്കുക. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ വന്നു. അതിൻ്റെ പരമാർത്ഥ അവന് കാപ്പി കൊടുക്കാൻ നല്ലൊരു കുപ്പി ഗ്ലാസ് തന്നില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സാറാമ്മയുടെ വീട്ടിൽ ചെന്നാൽ ഞാൻ 2 കുപ്പി ഗ്ലാസ് മേടിച്ച് അവൻ കാണാതെ വീടിന് പുറകിൽ കൂടെ കൊണ്ടുവന്ന് അതിനകത്ത് ഒഴിച്ചാ കൊടുത്തത്.
ഇപ്പം ദൈവകൃപയാൽ ഒരു 100 പേര് വന്നാലും കുപ്പി ക്ലാസ്സിൽ കൊടുക്കാൻ ദൈവം നമുക്ക് സാവകാശം തരുന്നല്ലോ. അപ്പം എന്തും വീണ്ടും ദൈവത്തെ നന്ദി പറയണം അല്ലേ? പണ്ടൊക്കെ അതിഥികൾ നമ്മുടെ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പ്ലേറ്റ് ഇല്ല, അന്നേരം വാഴയില വെട്ടാൻ പോവും അല്ലേ? അന്ന് വാഴയില വെട്ടും. അതിഥികൾ വന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ പ്ലേറ്റ് ഇല്ല, വാഴയില. ഇപ്പം എത്ര പേര് വന്നാലും കൊടുക്കാൻ പ്ലേറ്റൊക്കെ. അതെ, നമ്മൾ അർഹിക്കാത്ത നന്മകളൊക്കെയാണ് ദൈവം തന്നെ. പണ്ട് കൊതിച്ചിട്ടുണ്ട് ഒരു വണ്ടിയെ പോയാൽ കൊള്ളാന്ന് ഇല്ലേ? സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ 10 പൈസ കൊടുത്താൽ ബസ്സിന് പോകാം, 10 പൈസ ഇല്ല, നടന്ന് പ്രാണം തല്ലി. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് സൗകര്യമാണ്, വണ്ടിയെ കൊണ്ട് വിടുന്നു, തിരിച്ചു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഓട്ടോ ക്രമീകരിച്ചിരിക്കുന്ന സ്കൂൾ ബസ്, എന്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് സൗകര്യമാണ്. അതെ ആണെന്ന്. അപ്പം ദൈവം നമുക്ക് എന്തെല്ലാം നന്മ നൽകി. ഞാൻ ഒന്നുകൂടെ പറയാം, കിട്ടാത്തതിനൊന്നും ഇരുന്ന് പിറുപിറുക്കരുത്, കിട്ടിയതിനെല്ലാം നന്ദി പറയണം. നല്ല വസ്ത്രം ധരിക്കാൻ ദൈവം ഇടയാക്കിയില്ലേ? പണ്ടൊക്കെ കല്യാണത്തിന് പോലും നല്ല വസ്ത്രം ചിലർക്കില്ല. പിന്നെ കല്യാണത്തിന് പോകാൻ അപ്പുറത്തെ അമ്മമ്മയുടെ സാരി ചോദിച്ച് മേടിച്ച് കൊടുത്തോണ്ടൊക്കെയാണ് പോകുന്നത്. ഷർട്ടുമൊക്കെ അങ്ങനെ, ചേട്ടനോ അനിയനോ സഹോദരങ്ങൾ ഇടാ ഷർട്ട് ഇങ്ങോട്ട് താ, ഞാനിന്ന് കല്യാണത്തിന്. പറ, നിങ്ങൾ പറ, നിങ്ങളുടെ ഇരിപ്പ് കണ്ട എല്ലാം ചാൾസ് രാജാക്കന്മാരുടെ അനിയനാന്ന് പറഞ്ഞ എല്ലാം ഗതികേടായിരുന്നു. എന്നാൽ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. സ്തോത്രം. ഇരിപ്പൊക്കെ കണ്ട പുറകോട്ടൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നമ്മെ നടത്തിയേ. 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഉപകാരമായിരുന്നു ചിന്തിച്ച കാലമുണ്ട്. അതിനെല്ലാം ദൈവം മാറ്റം വരുത്തി. ദൈവം എന്തെല്ലാം നന്മ നൽകി, എന്തെല്ലാം നന്മ. ഓലപ്പരയിലാണ് പരലും കിടന്നത്, ഓലപ്പര. മഴ പെയ്യുമ്പോൾ ചോരുക, ഉള്ള പാത്രമെല്ലാം കൊണ്ട് വെക്കുക. അവിടെ കൊണ്ട് ഉരുളി വെച്ചു, ചെരുവം വെച്ചു, കലം വെച്ചു, ചെറിയ പാത്രം വെച്ചു, സ്റ്റീൽ പാത്രം കൊണ്ട് വെച്ച്. എന്നോ ശബ്ദമാണ്. അലൂമിനിയം പാത്രത്തൊക്കെ ഉറങ്ങാൻ പറ്റുമോ? തന്നെ വെള്ളം വീഴുമ്പോൾ തെറിച്ച് വീഴുകയും ചെയ്യും. വേറെ ബെഡ്റൂമില്ല, ആകെ ഒരു മുറിയല്ലേ. വെള്ളം ഇതിൻ്റെ ഇവിടെ തെറിക്കുക, അതെല്ലാം ദേഹത്തും തണുപ്പും പിടിച്ച് കുത്തിയിരിക്കുക. പുതപ്പുണ്ടോ? അതുമില്ല. അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെന്ന് കൈപൊക്ക്. പിന്നെ ഇതുവരെ പൊക്കാതിരുന്നേ, ദൈവത്തിന് മഹത്വം. പക്ഷെ ഇപ്പം നല്ല വാർക്ക കെട്ടിടം, നല്ല ഇപ്പം ഇങ്ങനെ കിടന്നുകൊണ്ട് ഫാനും ഒക്കെ കറങ്ങുന്നു. നമ്മൾ പറയാം കാറ്റ് പോരാ. ഞാൻ സഹിതം കാറ്റ് ഉഷയാന്നോ? ഉഷയല്ല, എളുതയാ. നിങ്ങളൊന്ന് ചിന്തിച്ചേ. പണ്ട് അയ്യോ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഫാനുണ്ട്, നമുക്ക് കൊതിയ അതിൻ്റെ കീഴിൽ ഇച്ചിരി നേരം ഇരിക്കാൻ. അതെ, എന്തെല്ലാം നന്മ ദൈവം തന്ന്, എന്ത് നന്മ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, പിറുപിറുക്കരുത് കേട്ടോ. ലഭിച്ചതിനെല്ലാം നന്ദി പറ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും തരത്തില്ല. ഒരു വാക്യം വായിച്ച് പ്രസംഗം അങ്ങ് നിർത്തുക. ഇന്ന് അതേ ഒക്കുള്ളൂ. ഇത്രയും നേരം പറഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങൾ ആ യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മൈക്കിൽ കൊണ്ടൊന്ന് വായിക്കാവോ? കരി എന്ന് പറഞ്ഞാൽ കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. എന്തോ മനസ്സിലായി? കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട്. കരിഞ്ജീരകത്തിന് എന്തിനാ മെതിവണ്ടി കയറ്റുന്നേ? അതിന്റെ ആവശ്യമില്ല. ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം കെട്ടി ഉരുട്ടുകയും വേണ്ട. പിന്നെ എന്തോ ചെയ്യണം? കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കത്രേ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. നിനക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല. ഇന്ന് രാത്രിയിൽ ഏതേലും വിഷയത്തിൽ മനോഭാരത്തോടെ ദുഃഖത്തോടെ അതിവേദനയോടിരിക്കുന്ന ദൈവവിധലേ, നിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും. നീ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം തീർപ്പ് കൽപ്പിക്കും. ഈ ദിവസങ്ങളിലൊക്കെ ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിരിക്കുന്ന നിന്റെ വിഷയം ദൈവം പരിഹരിക്കും.
മെതിവണ്ടി കയറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. വണ്ടിയുടെ ചക്രം കയറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പരീക്ഷയോട് കൂടെ നമുക്ക് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവം വഴി തുറക്കട്ടെ. നീക്കുപോക്ക് ദൈവത്തിന്റെ പക്കലുണ്ട്. ആമേൻ. ചെങ്കടലിൽ വഴിയൊരുക്കുന്ന ദൈവം, യോർദാനെ വറ്റിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തീച്ചൂളക്കകത്ത് നാലാമനായി ഇറങ്ങി വരുന്ന ദൈവം, പത്രോസിന് വേണ്ടി ആമേൻ കാരാഗൃഹത്തിൽ ദൂതനെ ഇറക്കിയ ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും.